ലോക വ്യാപാര മേഖലയിലേക്ക് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം വാതിൽ തുറക്കുമ്പോൾ തുറമുഖത്തിന്റെ ഒരൽപ്പം ചരിത്രം കൂടി നമുക്ക് ഓർത്തെടുക്കാം. ഈ തുറമുഖം യാഥാർത്ഥ്യമാക്കുന്നതിൽ LDF വഹിച്ച പങ്ക് എന്താണ്? അതിന്റെ ക്രെഡിറ്റ് അവകാശപ്പെടുന്നവരിൽ ആരൊക്കെ അതിനർഹരാണ്? ആരാണ് പദ്ധതിക്ക് എല്ലാ ഘട്ടത്തിലും തുരങ്കം വെക്കാൻ ശ്രമിച്ചത്? ചരിത്രവും വർത്തമാനവും പരിശോധിക്കാം. പതിറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ വിഴിഞ്ഞം തുറമുഖം എന്ന ചർച്ചകൾ തുടങ്ങിയിരുന്നുവെങ്കിലും തലസ്ഥാനത്ത് നടന്ന ഒരു വികസന സെമിനാറിലാണ് വീണ്ടും ഈ ചർച്ച സജീവമായത്. അന്ന് വർക്കല രാധാകൃഷ്ണനായിരുന്നു ചിറയൻകീഴ് MP, ഇപ്പോഴത്തെ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം. ആ സെമിനാറിന് ശേഷം വർക്കല രാധാകൃഷ്ണൻ ഈ വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുകയും കേരളത്തിലും സജീവമായി ചർച്ചയാവുകയും ചെയ്തു. 1987-91 LDF സർക്കാർ ഇതിനുള്ള ആദ്യ ചുവട് നടത്തി. ഇതിനായി ടെൻഡർ വിളിച്ചുവെങ്കിലും ലക്ഷ്യത്തിലെത്തിയില്ല. പിന്നീട് 91-96 കാലയളവിൽ UDF ഭരണകാലത്ത് പക്ഷേ ഒരനക്കവും ഉണ്ടായില്ല. ഇത് പ്രായോഗികമാക്കുന്നതിനുള്ള സജീവ പ്രവർത്തനം നടക്കുന്നത് 1996 നായനാർ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമാണ്. അതിനായി ഹൈദരാബാദ് ആസ്ഥാനമായ കുമാർ എനർജി കോർപ്പറേഷനുമായി ചർച്ച നടത്തി. തുടർ നടപടികൾ നടന്നു. 2005 ടെൻഡറിലൂടെ മുന്നോട്ട് വന്ന സൂം കൺസോർഷ്യത്തിന് സുരക്ഷാ കാരണം പറഞ്ഞ് UPA സർക്കാർ അനുമതി നിഷേധിച്ചു. അതിന്റെ കാരണം ഇന്നും ദുരൂഹമാണ്. അല്ലായിരുന്നെങ്കിൽ വിഴിഞ്ഞം അക്കാലത്ത് തന്നെ പ്രാവർത്തികമാകുമായിരുന്നു. 2006 അധികാരത്തിൽ വന്ന LDF സർക്കാരിന്റെ കാലത്ത് ഇക്കാര്യത്തിൽ സർവകക്ഷി സംഘം പ്രധാനമന്ത്രിയെ കണ്ടിട്ടും നിലപാടിൽ മാറ്റമുണ്ടായില്ല. UPA സർക്കാർ ഇത്തരത്തിൽ പദ്ധതി തടസ്സപ്പെടുത്തിയപ്പോൾ LDF സർക്കാർ 2006 സർവകക്ഷി യോഗം വിളിച്ച് റീടെൻഡർ നടപടി ആരംഭിച്ചു. ഗ്ലോബൽ മീറ്റ് തന്നെ സംഘടിപ്പിച്ചു. അന്താരാഷ്ട്ര തലത്തിൽ പ്രസിദ്ധരായ 40ഓളം കമ്പനികൾ പങ്കെടുത്തു. ഇതിൽ ഒരു കമ്പനി നെഗറ്റീവ് ടെൻഡർ വരെ സമർപ്പിച്ചു. സാധാരണ ടെൻഡറിൽ പണം സർക്കാർ അങ്ങോട്ട് കൊടുക്കുന്ന രീതിയാണെങ്കിൽ നെഗറ്റീവ് ടെൻഡറിലാകട്ടെ പണം സർക്കാരിന് ലഭിക്കും. അത്തരത്തിൽ 115 കോടി രൂപ സംസ്ഥാന സർക്കാരിന് നൽകുന്നതിനുതകുന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ച ലാൻഡ്കോ കൊണ്ടപ്പള്ളി എന്ന കമ്പനിയുമായി ധാരണാപത്രം ഒപ്പിട്ടു. ഈ കരാറിന് കേന്ദ്രത്തിന്റെ അംഗീകാരവും ലഭിച്ചു. ഈ ഘട്ടത്തിലാണ് നേരത്തെ കേന്ദ്രം അനുമതി നിഷേധിച്ച സൂം കൺസോർഷ്യം കോടതിയെ സമീപിക്കുന്നത്. ഇതോടെ നിയമ നൂലാമാലകളിൽപ്പെട്ട് നിർമ്മാണ പ്രവർത്തനം കുടുങ്ങി. ഇതോടെ ലാൻഡ്കോ കൊണ്ടപ്പള്ളി പദ്ധതിയിൽ നിന്ന് പിന്മാറി. അതിനു പിന്നിലും പല ദുരൂഹതകളും അന്ന് ഉയർന്നു. അവരെ ചിലർ ഭീഷണിപ്പെടുത്തി പിന്തിരിപ്പിച്ചു എന്നായിരുന്നു അന്നുയർന്ന ആരോപണം. ഇതോടെ തുറമുഖ നിർമ്മാണം വീണ്ടും പ്രതിസന്ധിയിലായി. ഈ ഘട്ടത്തിൽ പദ്ധതി കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കണമെന്ന് LDF സർക്കാർ ആവശ്യപ്പെട്ടു. അത് പ്രായോഗികമല്ലെന്ന നിലപാടാണ് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന ഉമ്മൻചാണ്ടി സ്വീകരിച്ചത്. വിഴിഞ്ഞം പദ്ധതി പ്രാവർത്തികമാക്കുകയെന്ന LDF സർക്കാരിന്റെ നിലപാടിന്റെ ഭാഗമായി ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷനെ കൺസൾട്ടന്റായി നിയമിച്ചു. ഇവരുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ തുറമുഖം ലാൻഡ് ലോഡ് പോർട്ടായി വികസിപ്പിക്കാൻ തീരുമാനിച്ചു. 450 കോടി രൂപ ബജറ്റ് വഴിയും 2500 കോടി രൂപ SBT ലീഡ് പാർട്ണറായുള്ള ബാങ്ക് കൺസോർഷ്യം വഴിയും സമാഹരിക്കാൻ നിശ്ചയിച്ചു. SBIയുടെ നേതൃത്വത്തിലുള്ള SBI ക്യാപ്പാണ് ഇതിന് നടപടി സ്വീകരിച്ചത്. പോർട്ടിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി 300 ഏക്കർ ഏറ്റെടുത്തു. പശ്ചാത്തല സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നതിനും LDF സർക്കാർ മുൻകൈയെടുത്തു. 2011 അധികാരത്തിൽ വന്ന ഉമ്മൻചാണ്ടി സർക്കാരും ആദ്യഘട്ടത്തിൽ തുറമുഖം സർക്കാരിന്റെ ഉടമസ്ഥതയിൽ നിലനിർത്തുകയെന്ന നയം തുടർന്നു. എന്നാൽ 2013 ജനുവരി 18 മുഖ്യമന്ത്രി ഒപ്പിട്ട് കേന്ദ്ര പ്ലാനിംഗ് കമ്മീഷൻ ഡെപ്യൂട്ടി ചെയർമാൻ അയച്ച കത്തോടെ സ്ഥിതിഗതികൾ തകിടം മറിഞ്ഞു. പദ്ധതി PPP മോഡലിൽ റീസ്ട്രക്ചർ ചെയ്യാൻ മുഖ്യമന്ത്രി അങ്ങോട്ട് ആവശ്യപ്പെടുന്ന കത്തായിരുന്നു അത്. മന്ത്രിസഭയിൽ പോലും ആലോചിക്കാതെ ഉമ്മൻചാണ്ടി അന്ന് നടത്തിയ നീക്കം ഇന്നും ദുരൂഹമാണ്. PPP മോഡലിലേക്ക് തുറമുഖം മാറ്റുമ്പോഴും പ്രൊജക്ട് സംബന്ധിച്ച് മത്സരാധിഷ്ഠിതമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന നടപടികളിലേക്ക് പോലും സർക്കാർ നീങ്ങിയില്ല. ഇത് നഷ്ടത്തിലുള്ള ഒരു പ്രൊജക്റ്റാണെന്ന രീതിയിലാണ് സർക്കാർ പരസ്യപ്പെടുത്തിയത്. എന്നിട്ടും 5 കമ്പനികൾ മുന്നോട്ട് വന്നുവെങ്കിലും അവരെ ടെൻഡറിലേക്ക് കൊണ്ടുവരുന്നതിന് പകരം അദാനി ഗ്രൂപ്പുമായി ചർച്ച നടത്തി ടെൻഡർ ഉറപ്പിക്കാനാണ് ശ്രമിച്ചത്. ഇക്കാര്യത്തിൽ രഹസ്യമായി ചർച്ച നടന്നെന്ന് പിന്നീട് തുറന്നു കാട്ടപ്പെട്ടു. ഈ കരാറിനെ LDF ശക്തമായി എതിർത്തു. അതിന് കാരണം സംസ്ഥാന താൽപര്യം ബലികഴിച്ചുള്ള കരാർ ആയതുകൊണ്ടാണ്. അപ്പോഴും പദ്ധതി ഒരു കാരണം വെച്ചാലും നിലച്ചു പോകരുതെന്ന ഉറച്ച നിലപാടും സ്വീകരിച്ചു. പദ്ധതി നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട് 2012 ഒക്ടോബറിൽ LDF കൺവെൻഷൻ സംഘടിപ്പിച്ചു. 2013 ഏപ്രിലിൽ മനുഷ്യച്ചങ്ങല സംഘടിപ്പിച്ചു. 2014 കോടിയേരി ബാലകൃഷ്ണൻ നിയമസഭയിൽ അടിയന്തര പ്രമേയം കൊണ്ടുവന്നു. ഇതിനിടയിലാണ് അദാനി ഗ്രൂപ്പുമായി രഹസ്യ ചർച്ച നടന്നതും കരാർ ഉറപ്പിച്ചതും. എന്തുകൊണ്ട് LDF കരാറിനെ എതിർത്തു എന്നതിന് ഈ കണക്കാണ് സാക്ഷ്യം. പദ്ധതിയുടെ ആകെ മുതൽ മുടക്ക് 8,867 കോടി. കേരളത്തിന്റെ വിഹിതം 5,595 കോടി. അതായത് പദ്ധതിയുടെ 63%. കേന്ദ്രവിഹിതം 818 കോടി. പദ്ധതിയുടെ 9%. 2,72,. അദാനി 2,454 കോടി, അതായത് 28%. എന്നിട്ടും പദ്ധതി കമ്മീഷൻ ചെയ്ത ശേഷമുള്ള 20 വർഷം
സംസ്ഥാനത്തിന് ലാഭവിഹിതത്തിൽ 1 രൂപ പോലും കിട്ടില്ല. പിന്നീട് 15 വർഷം വെറും 1% മാത്രം. ഈ കരാറിനെ എതിർത്തുവെങ്കിലും പിന്നീട് LDF വന്നപ്പോൾ എന്തുകൊണ്ട് ഇതുമായി മുന്നോട്ട് പോയി? 2 കാരണമാണ്. 1, കരാർ ഒപ്പിട്ടതിനാൽ പിന്മാറുമ്പോൾ വൻതുക അദാനി കമ്പനിക്ക് നഷ്ടപരിഹാരം നൽകണം. 2, തുടർന്ന് മറ്റൊരു കമ്പനിക്ക് കരാർ നൽകുകയാണെങ്കിൽ വർഷങ്ങൾ വീണ്ടും ഇഴഞ്ഞു നീങ്ങും. നിയമയുദ്ധം കാരണം പദ്ധതി അനിശ്ചിതമായി നീളും. അതുകൊണ്ട് തന്നെ LDF നേരത്തെ വിഭാവനം ചെയ്ത പോലെ അന്താരാഷ്ട്ര തുറമുഖം യാഥാർത്ഥ്യമാക്കുന്നതിന് ഊന്നൽ നൽകി. തികഞ്ഞ ഇച്ഛാശക്തിയോടെ മുന്നോട്ട് പോയി. അതാണ് കഴിഞ്ഞ വർഷം ലക്ഷ്യം കണ്ടത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നടന്നത് കഴിഞ്ഞ 10 വർഷത്തെ LDF സർക്കാരിന്റെ കാലത്താണ്. കരാർ ഒപ്പിട്ട ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഒരു കല്ല് പോലും അവിടെ ഇട്ടിട്ടുമില്ല. ഇനി നിങ്ങൾ തീരുമാനിക്കൂ, ഇങ്ങനെയാണ് ഇന്ന് കാണുന്ന വിഴിഞ്ഞം തുറമുഖം ഉണ്ടായത്.